പക്ഷിപ്പനി നിരോധനത്തിലെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്ന് കർഷകർ. ആലപ്പുഴയിൽ പക്ഷിപ്പനിയെ അടിസ്ഥാനമാക്കി സർക്കാർ നടത്തിയ നശീകരണ പ്രവർത്തനങ്ങൾ കുട്ടനാട്ടിലെ തനത് താറാവിനമായ ചാരയും ചെമ്പല്ലിയുടെയും വംശനാശത്തിന് ഇടവരുത്തി. കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്ന ഈ ഇനത്തിൽപ്പെട്ട കലർപ്പില്ലാത്ത താറാവുകളുള്ളത് ചെന്നിത്തലയിലെ പാടശേഖരത്ത് മാത്രമാണ്. പക്ഷിപ്പനി നിരോധനത്തിന്റെ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീണ്ട കാലയളവിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. H5N1 സ്ഥിരീകരിച്ച ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ കർഷകർ അഭിമുഖീകരിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്തിലായിരുന്നു ആദ്യം വൈറസ് ബാധ കണ്ടെത്തിയത്. പിന്നീട് അത് 3 ജില്ലകളിലേക്ക് വ്യാപിച്ചു. അവിടെയുള്ള മുഴുവൻ വളർത്തുപക്ഷികളുടെയും ഇറച്ചിയുടെയും മുട്ടയുടെയും വിപണനവും മൃഗസംരക്ഷണ വകുപ്പ് തടഞ്ഞു. മാത്രമല്ല, ആയിരക്കണക്കിന് വളർത്തുപക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി. ഇത്തരത്തിൽ ചെറുതന പഞ്ചായത്തിൽ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടിയിരുന്ന 8000-ഓളം താറാവ് കുഞ്ഞുങ്ങളെ റോയി എന്ന കർഷകൻ ഏറ്റെടുത്തു. ചെന്നിത്തലയിലെ തന്നെ പാടശേഖരത്തിലേക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ അനുമതിയോടെ അവയെ കൊണ്ടുവന്നു. നശിപ്പിച്ചു കളയാനുള്ള സർക്കാർ നിർദ്ദേശത്തിന് വഴങ്ങാതെ കർഷകൻ സംരക്ഷിച്ച ഈ താറാവുകളാണ് ഇന്ന് കേരളത്തിൽ തന്നെ ആകെ അവശേഷിക്കുന്ന ചാരയും ചെമ്പല്ലിയുമെന്ന കുട്ടനാടിന്റെ തനദിനം. അന്ന് ഇതിനെ കൊന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുട്ടനാട്ടിൽ ഈ താറാവ്, കേരളത്തിലെ താറാവ് നഷ്ടപ്പെട്ടു പോയിരുന്നു. കേരളത്തിൽ എൻ്റെ ഈ താറാവ്, ഞങ്ങളുടെ ഈ ഒരു കൂട്ടം താറാവല്ലാതെ, ഈ 3000 താറാവല്ലാതെ കേരളത്തിൽ താറാവില്ല. എൻ്റെ അറിവിൽ ഒരു താറാവില്ല. ഒരു കലർപ്പും ഇല്ലാത്ത ചാരയും ചെമ്പല്ലിയും താറാവാണ് ഈ കിടക്കുന്നത്. പ്രാദേശികമായി കർഷകർ സംരക്ഷിച്ച കലർപ്പില്ലാത്ത ഈ താറാവ് സർക്കാരിന്റെ ഫാമുകൾ പോലും ഇല്ല. വിരിയാറായ മുട്ടകൾ പോലും നിരോധനത്തിന്റെ ഭാഗമായി അന്ന് നശിപ്പിക്കപ്പെട്ടിരുന്നു. ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അതുപോലെ പൈസ ചിലവാണ്. 35 രൂപ വിലയ്ക്ക് അരിയും മേടിച്ച് കോഴിത്തീറ്റയ്ക്ക് 45 രൂപ വിലയുള്ള കോഴിത്തീറ്റയും മീൻപൊടി, ഞണ്ടുംപൊടി, അങ്ങനെ 3-4 സൈസിലെ തീറ്റയും കൊടുത്ത് ഞങ്ങൾ അതിനെ കഷ്ടപ്പെട്ട് വളർത്തുക. ഞങ്ങൾക്ക് ഇങ്ങനെ മുട്ട വിറ്റാൽ ഒരു പ്രയോജനം കിട്ടുന്നത്. ഞങ്ങളുടെ ഉപജീവന മാർഗം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വിറ്റെങ്കിലേ 10 രൂപ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒരു താറാവിന് ഞങ്ങൾക്ക് പേരസ്റ്റോക്ക് ഒപ്പിച്ചതിന് 2000-2300 രൂപ ഒരു താറാവിന് ചിലവായി. നിരോധന കാലയളവ് ഈ 31-ന് പൂർത്തിയാകുമെങ്കിലും അടുത്ത ഈസ്റ്റർ സീസൺ പോലും കർഷകർക്ക് ലഭ്യമാകില്ല. ഒരുപക്ഷെ കർണാടകവും തമിഴ്നാടും കേരളത്തിന്റെ വിപണി തന്നെ ഇതിനോടകം കൈയടക്കി കഴിയും. ഇനിയെങ്കിലും മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്നും പഠനങ്ങൾക്ക് വിധേയമാക്കണമെന്നുമാണ് കർഷകരുടെ അപേക്ഷ. 7 മാസം മുമ്പ് പക്ഷിപ്പനിയുടെ ഭാഗമായി സർക്കാർ നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞ താറാവും കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് പിന്നിൽ കാണുന്നത്. ഇത് തെളിയിക്കുന്നത് പക്ഷിപ്പനിയും കള്ളിങ്ങും നിരോധനവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പഠനങ്ങൾ സർക്കാർ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചെന്നിത്തല എരമത്തൂർ പാടശേഖരത്തിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.